ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ, ഇങ്ങനൊരു ആപ്ലിക്കേഷൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാൻ കാരണം കുറച്ച് പേര് എന്നോട് വന്ന് ചോദിച്ചിരുന്നു. നമ്മളുടെ കഴിഞ്ഞ മൊബൈൽ ട്യൂട്ടോറിയൽസ്, അതായത് ഡിജിറ്റൽ ഡ്രോയിങ്ങിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ ചെയ്തപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഇമേജസ് ഒക്കെ മിക്കതും 4K HD ഇമേജസ് ഒക്കെയാണ്. അപ്പോൾ ഇത്ര ക്വാളിറ്റി ഉള്ള ഇമേജസ് എങ്ങനെയാണ് കിട്ടുന്നത്? വല്ല ഡൗൺലോഡ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിലേക്ക് ഫിൽട്ടർ ചെയ്യുന്നതാണോ, എൻഹാൻസ് ചെയ്യുന്നതാണോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളുണ്ടായി. അത് നമ്മളെ കമൻറ്റ് ബോക്സിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മുടെ ഫ്രണ്ട്സ് അടക്കം വന്ന് നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചവരോടൊക്കെ പറഞ്ഞു ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്, നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണെന്ന്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ട്യൂട്ടോറിയൽ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു ആപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഒക്കെ കയറി ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ കുറച്ച് പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. അത് മനസ്സിലാക്കി സെർച്ച് ചെയ്താലേ നല്ല ഇമേജസ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചിത്രം വരയ്ക്കുന്നവരായിരിക്കും, പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യുന്നവരുണ്ടാവും. കുറേ മൂഡ് ബോർഡ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ക്വാളിറ്റി ഇമേജസ് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഉപയോഗപ്രദമാകുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് പിക് ഫൈൻഡർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് കറക്റ്റ് ഇമേജ് റേഷ്യോ, എത്ര സൈസ് വേണം, അതൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്തുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഡിജിറ്റൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ബിഗിനേഴ്സ് ആണ്, അവർക്ക് വെക്ടർ ട്രേസിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. ട്രേസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൂം ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ള ഇമേജസ് ആണെങ്കിൽ നല്ല ഔട്ട്പുട്ടൊക്കെ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക് ഫൈൻഡർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാൻ പിക് ഫൈൻഡർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലായിട്ട് പിക് ഫൈൻഡറിൻ്റെ ഒരു പിക് ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങോട് കൂടി, ഒരു ക്യാപ്ഷനോട് കൂടി കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തേക്ക് സെർച്ച് ചെയ്യുന്നൊരു ബാർ കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് 3 ഡോട്ട്സ്, ഈ ആപ്ലിക്കേഷൻ റേറ്റ് ചെയ്യാനുള്ളതും ഇതിൻ്റെ മോർ ആപ്ലിക്കേഷൻ എടുക്കാനും അവർ ഓപ്പൺ സോഴ്സ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസും ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഓപ്ഷൻ ബാർ. ഒന്നില്ലേ നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ട്, അതായത് ഇവിടെ ഒന്നിലും ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് സ്ലൈഡ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ പിക്സൽ 4 ആയതുകൊണ്ടേ എൻ്റെ നാവിഗേഷൻ സ്ക്രീൻ ഞാൻ സ്ലൈഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആപ്പ് ബാക്ക് അടിച്ച് പോകും, അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ വരും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇമേജ് സൈസ്, അതായത് ഫസ്റ്റത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത്, ഈ ഒരു സെറ്റിങ്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇട്ടാൽ നല്ല HD ഇമേജസ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇമേജ് സൈസ് എന്ന് പറയുന്നത് ലാർജാണ് എടുക്കുന്നത്. ലാർജാണ് ഇത് ഡീഫോൾട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ട ഇമേജ് സൈസ് എങ്ങനത്താണെന്ന്. കണ്ടോ, 70 MB മുതൽ അതിൻ്റെ ഇമേജ് സൈസ് കാണാം, നിങ്ങൾക്ക് റെസൊല്യൂഷൻ കാണാം, മുതൽ നമുക്ക് മീഡിയം, ലാർജ്, ഐക്കൺ, അങ്ങനെയുള്ള ഒരുപാട് ഫോർമാറ്റുകളുണ്ട്. ഇമേജിൻ്റെ ഡൈമെൻഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം HD എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 2 MB, ഒരു 1600, 1200 ആ ഒരു ലെവലിലൊക്കെ വരും. അപ്പോൾ ഞാൻ ആ ഒരു 2 MB എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ സെർച്ച് ചെയ്യുന്ന ഇമേജസിൻ്റെ പ്രിഫറൻസിൽ ഫസ്റ്റ് ഈ ഒരു സൈസിലുള്ള ഇമേജസ് ആയിരിക്കും വരിക. ഓക്കെ, പിന്നെ ഇമേജ് കളറാണ് ചോദിക്കുന്നത്. നമ്മൾ എടുക്കുന്ന കളർ ഇമേജസ് ഫുൾ കളർ വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, ട്രാൻസ്പെറൻറ്റ് വേണോ എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു ഇമേജ്, ഒരു ലോഗോയാണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് ഇമേജ് ആയിരിക്കും എടുക്കുക അല്ലേ. നമുക്ക് ലോഗോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, ലോഗോ മാത്രം മതിയെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ആണ് വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഇടാൻ പറ്റും. അപ്പം ഞാൻ ഫുൾ കളറാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ടൈപ്പ് ഇമേജസും കാണിക്കണമെങ്കിൽ ഓളെന്ന് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ഓളാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇമേജ് ടൈപ്പ്, എന്ത് ടൈപ്പ് ഇമേജാണ് വേണ്ടത്? ഫേസ് ആണോ, ഫോട്ടോയാണോ, ക്ലിപ്പ് ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റിബൺസ് അല്ലെങ്കിൽ ലവിൻ്റെ ഐക്കൺസ്, അങ്ങനെയുള്ള ആർട്ടുകളില്ലേ, ചെറിയ ചെറിയ ഇമേജസ്, അതാണ് ക്ലിപ്പ് ആർട്ട് എന്ന് പറയുന്നത്. പിന്നെ ലൈൻ ആർട്ട് എന്ന് പറഞ്ഞാൽ ഔട്ടർ ലൈൻ ഇടുന്ന ടൈപ്പ് ആർട്ട് വർക്കുകളൊക്കെയാണ്. വേണമെങ്കിൽ ക്ലിപ്പ് ആർട്ട്, ലൈൻ ആർട്ട് ഏകദേശം ഒരുമിച്ച് ബന്ധിപ്പിക്കാമെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വെക്ടറായിട്ടൊക്കെ ചെയ്യുന്ന വർക്കുകളെ ലൈൻ ആർട്ട് എന്നും വിളിക്കാറുണ്ട്. പിന്നെ ആനിമേറ്റഡ് ഇമേജസ് ആണോ വേണ്ടത്, അങ്ങനെ ഓരോരുത്തരും ഞാൻ ഓൾ ഇട്ട് വയ്ക്കുകയാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഇമേജ്, ഇപ്പോൾ മമ്മൂക്കാട് ഒരു സിനിമ ഇറങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു മാസത്തിനിടയിലാണ് ഒരു സിനിമ ഇറങ്ങിയത്. അപ്പോൾ അതിലെ സ്റ്റിൽസ് എനിക്ക് വേണം. അങ്ങനെയാണ് ഈ പാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഇട്ടുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ പാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷത്തെ ഇമേജ് ആണ് അല്ലെങ്കിൽ ഒരു പോസ്റ്ററാണ് വേണ്ടെങ്കിൽ പാസ്റ്റ് ഇയർ, അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഇടാൻ പറ്റും.
ഞാൻ ഓൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആസ്പെക്ട് റേഷ്യോ, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന ഇമേജ് വൈഡ് ഇമേജ് വേണോ, അല്ല സ്ക്വയർ ടൈപ്പ് ഇമേജ് വേണോ, അല്ല ഹൈറ്റിലുള്ള ടോൾ ടൈപ്പ് ഇമേജ് വേണോ, പാനോറമിക് ഇമേജസ് വേണോ, അങ്ങനെയുള്ള ഇതാണ്. അപ്പം ഞാൻ ഓളാണ്, നമുക്ക് എല്ലാ ടൈപ്പ് ഇമേജസും കിട്ടാം എന്നുള്ള രീതിയിലാണ്. പിന്നെ ഫയൽ ടൈപ്പ്, ഇത് മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. നമ്മൾ ഇപ്പോൾ പല ആപ്ലിക്കേഷനിൽ നമുക്ക് ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് വരും. പല സൈറ്റുകളിലൊക്കെ ഇമേജസ് ഡൗൺലോഡ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് എടുക്കേണ്ടതൊക്കെ വരാറുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ അവർ പറയും PNG ഇമേജ് വേണം അല്ലെങ്കിൽ JPEG വേണം എന്നൊക്കെ പറയും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. അല്ലെങ്കിൽ നമുക്ക് ഡിസൈനിങ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഇമേജസ് വേണം, PNG ഫയൽസ് വേണമെങ്കിൽ അങ്ങനത്തെ ഇമേജസ് എടുക്കാനൊക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പം ഞാൻ ഫയൽ ടൈപ്പ് എന്നുള്ള JPEG ഇടുകയാണെങ്കിൽ അങ്ങനെ. അപ്പം നമുക്ക് ഏതിലാണ് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നത് അതനുസരിച്ചുള്ള ഇമേജസ് ആയിരിക്കും സെർച്ച് ചെയ്യുമ്പോൾ വരാം. ഇപ്പം ഞാൻ ഓളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സേഫ് സെർച്ച് എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് ഇവിടെ കാണാം. അതായത് അൺട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിൽ നിന്നും ഇമേജസ് സെർച്ച് ചെയ്തുകൊണ്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ട് പിക് ഫൈൻഡർ നമുക്ക് തരും. അപ്പം അങ്ങനെയുള്ള സൈറ്റുകളിലേക്ക് നമുക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സേഫ് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സേഫ് ആയിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ. പിന്നെ റീസെറ്റ് ടു ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡീഫോൾട്ട് റീസെറ്റ് ചെയ്യാനാണ്. ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ മാറ്റങ്ങൾ വരുത്തിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ അതേപോലെ തന്നെ ആവും. ഓക്കെ. അപ്പോൾ ഞാൻ സ്ലൈഡ് കളഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു സെർച്ച് ബട്ടണിൽ ഞാൻ സെർച്ച് ചെയ്യാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അല്ലു അർജുൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്യാണ്. സെർച്ച് ബട്ടൺ കൊടുത്തു. അപ്പോൾ അല്ലു അർജുൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. അപ്പോൾ കണ്ടോ, അല്ലു അർജുൻ്റെ HD ഇമേജസ് ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടോ ക്വാളിറ്റി ഇമേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ സെർച്ച് ചെയ്ത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ഇമേജ് എടുക്കണം 1200 × 667 ആ ഒരു സൈസിലാണ് 43 KB എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതുപോലുള്ള ഇമേജസ് ഒക്കെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ദുൽഖർ എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്യുമ്പോൾ DQൻ്റെ HD ഇമേജസ് അതുപോലുള്ള ഇമേജസ് ഒക്കെ നമുക്ക് സെർച്ച് ബട്ടൺസിൽ വരും കണ്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ഇമേജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് വന്ന ഇമേജസ് ആണെങ്കിൽ നമുക്കത് ഫിൽറ്റർ ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള സെർച്ചിലൊക്കെ പോയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിരുന്നു, നമ്മളിപ്പോൾ ദുൽഖറിൻ്റെ ഇമേജസിൽ നമ്മൾ വരച്ചൊരു ഇമേജ് ഞാൻ ഇതിൽ നിന്നാണ് എടുത്തിരുന്നത്, നോക്കാം ആ ഒരു ഇമേജ് ഇതിലുണ്ടോയെന്ന്. നമ്മൾ വെക്ടർ ട്യൂട്ടോറിയൽ ചെയ്തപ്പോൾ ഒരു ഇമേജ് എടുത്തിരുന്നു. ആ ഒരു ഇമേജ് ഞാൻ ദുൽഖർ സൽമാൻ അടിച്ചപ്പോൾ ആണ് ആ ഒരു ഇമേജ് വന്നത്. ഓക്കെ. ഈ ഒരു ഇമേജാണ് ഞാൻ അന്ന് വരയ്ക്കാൻ വേണ്ടി എടുത്തത് കണ്ടോ. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ഇമേജ് എടുത്തിട്ടാണ് വരച്ചത്. അതിൻ്റെ റെസൊല്യൂഷൻ അല്ലെ ഡൈമെൻഷൻ ഇവിടെ എടുക്കുന്നുണ്ട്, സൈസും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇത് വാൾപേപ്പർ ആക്കാം, ഇമേജ് ഷെയർ ചെയ്യാം. ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ ലിങ്ക്, ഈ ഒരു ഇമേജിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ അങ്ങനെ. സിമിലർ ഇമേജസ് വേണമെങ്കിൽ അങ്ങനെ. മോർ സൈസ് ആണെങ്കിൽ ഇതിലും സൈസ് കൂടുതൽ ഇമേജ് വേണമെങ്കിൽ മോർ സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ കുറച്ചുകൂടി സൈസ് കൂടിയ ഇമേജസ് അവർ സെർച്ച് ചെയ്ത് തരും. അതുപോലെ തന്നെ വിഷ്വലി സിമിലർ, ഇത് വിഷ്വലി സിമിലർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദുൽഖർ സൽമാൻ ആയതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാൻ്റെ ഇമേജസ് മാത്രം എടുത്ത് കാണിക്കും. അല്ലെങ്കിൽ സെയിം സ്റ്റിൽസ് അവൈലബിൾ ആണെങ്കിൽ ആ സെയിം സ്റ്റിൽസ് ആയിരിക്കും ആ ഒരു വിഷ്വലി സിമിലർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുക. ഓക്കെ. അപ്പോൾ മിക്കവാറും ദുൽഖറിൻ്റെ വേറെ ഇമേജസ് തന്നെ കാണിക്കുള്ളൂ. അപ്പോൾ ആ സെയിം സ്റ്റില്ലാണെങ്കിൽ ആ സെയിം സ്റ്റില്ല് കാര്യങ്ങളുണ്ടെങ്കിൽ കാണിക്കും അവർ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടാവും, പക്ഷെ അറിയാത്തവരാണ് കൂടുതൽ പേരും. അപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ പേർക്കൊന്നും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അറിവില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെന്ന്, ടാബ്ലറ്റ്സ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.